ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. വട്ടയപ്പത്തിൻ്റെ പല റെസിപ്പികളും നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കിക്കോളൂ. പക്ഷേ ഇന്ന് നമ്മൾ നാളികേരം ചേർക്കാത്തൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാളികേരം കയ്യിലില്ലാത്തപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർത്ത് വെക്കേണ്ട, അരി കുതിർത്ത് അരയ്ക്കേണ്ട, മാവും ഒരുപാട് സമയം പൊങ്ങാനായിട്ട് വെക്കേണ്ട. അരിപ്പൊടി വെച്ചിട്ട് നമുക്കിത് ഒരു 2 മണിക്കൂറിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് അവിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂൺ അവിലാണ്. 5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 1/3 കപ്പ് വെളുത്ത അവിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. വെളുത്ത അവിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് വട്ടയപ്പം നല്ല വെള്ള കളറിൽ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. ഇവിടെ അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കട്ടിയുള്ള തരം അവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് ഒന്ന് കുതിർത്തതിന് ശേഷം അരയ്ക്കുമ്പോഴാണ് അത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മൾ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 14 ടേബിൾ സ്പൂണാണ് ഉണ്ടായിരുന്നത്. വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ നൈസായിട്ടുള്ള അരിപ്പൊടി വേണ്ടിയിട്ട് എടുക്കാൻ. അപ്പം, ഇടിയപ്പം, പത്തിരി അതിനൊക്കെ വേണ്ടി എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ അപ്പം ഇടിയപ്പം പൊടിയാണ് എടുത്തിരിക്കുന്നത്, വറുത്ത അരിപ്പൊടി. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാനത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവിൽ ചേർക്കാം. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ വട്ടയപ്പം നമ്മൾ സാധാരണ സ്നാക്കായിട്ടും കഴിക്കാറുണ്ട്, അതുപോലെ കറികളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയും കഴിക്കാറുണ്ട്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നമ്മൾ അതിനനുസരിച്ച് ചേർക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്നാക്കായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് മാവ് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈസ്റ്റിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റോ ഏത് വേണമെങ്കിലും ചേർക്കാം. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള, ഡേറ്റ് ഒന്നും കഴിയാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർക്കുക. അതാദ്യം ആക്ടിവേറ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയാലും ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയാലും ഇതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഈ മാവ് നമുക്ക് 1-1.5 മണിക്കൂറാകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി കിട്ടും. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കുകയാണെങ്കിൽ നമുക്കത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് എളുപ്പമാവും. അപ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവിൻ്റെ പരുവെന്ന് പറയുമ്പോൾ നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് വേണ്ടത് ഏകദേശം. അരയ്ക്കുമ്പോൾ ആ അവിലിൻ്റെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വയ്ക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി വരും, അതിനനുസരിച്ചുള്ള പാത്രത്തിലേക്ക് മാറ്റുക. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1.25 കപ്പ് വരെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ചിലപ്പോൾ ഈ മാവ് ഫെർമെൻ്റായി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആ സമയത്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിന് ശേഷം വട്ടയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതൊരു 1-1.25 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസ്റ്റിൻ്റെ അളവിനനുസരിച്ചും നമ്മുടെ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ചുമാണ് മാവിൻ്റെ ഫെർമെൻറ്റേഷൻ ടൈം ഉണ്ടാവുക. ഈസ്റ്റിൻ്റെ അളവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്താലും മതി. 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഒക്കെ ചേർത്താലും മതി. 1/4 ടീസ്പൂൺ ചേർക്കുമ്പോൾ നമ്മളതൊരു 8 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. 1/2 ടീസ്പൂൺ ആണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരാറുണ്ട്. പിന്നെ നമ്മുടെ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ച് സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. എന്തായാലും മാവ് നമ്മൾ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് പൊങ്ങി വരണം. അതായത് മാവ് നമ്മൾ വെച്ചതിനേക്കാളും ഇരട്ടി അളവിലും കൂടുതലായിട്ട് പൊങ്ങി വരണം. അപ്പോഴാണ് വട്ടയപ്പത്തിന് നല്ലൊരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലെ ആ കുമിളകളൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ പതുക്കെ നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കണ്ട. ഈ സമയത്ത് ഇനി മാവിന് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാം. ചില അരിപ്പൊടിയൊക്കെ മാവ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവിന് കട്ടി കൂടി കഴിഞ്ഞാലും അതിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്.
അതിലാദ്യം കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. വട്ടയപ്പത്തിന് നമുക്ക് എത്രത്തോളം തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ 3 വട്ടയപ്പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചില അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ 1 കപ്പ് വെച്ചിട്ട് 2 എണ്ണൊക്കെയാണ് കിട്ടാറുള്ളൂ. ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ആവി വെള്ളം അതിലേക്ക് ഡയറക്റ്റായിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു അടപ്പോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചും വട്ടയപ്പത്തിൻ്റെ തിക്നെസ്സിനനുസരിച്ചും സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. നോക്കിയിട്ട് അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ മേൽഭാഗം തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ വരണം. അല്ലെങ്കിൽ ഒരു സ്ക്വയർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാലും മതി. മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ വെന്തു എന്നർത്ഥം. അതിന് ശേഷം നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ അത് അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള വട്ടയപ്പും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വിട്ടുവരും. പിന്നെ ഇതിൽ നമ്മൾ അവിലാണല്ലോ ചേർത്തിരിക്കുന്നത്. അവിലിന് പകരം നമ്മൾ ചോറ് വെച്ചിട്ടും വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വട്ടയപ്പത്തിൽ ഇതേ അളവിൽ ഈ അവിലിൻ്റെ അതേ അളവിൽ ചോറ് വെച്ചിട്ട് ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ ഒരു വട്ടയപ്പമാണ്. അതിൻ്റെ ഉള്ളിൽ ആ ടെക്സ്ചറൊക്കെ കണ്ടില്ലേ, നല്ല ഹോൾസൊക്കെ വന്നിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നാളികേരം ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളികേരം കിട്ടാത്തവർക്കും നാളികേരപ്പാൽ എടുക്കാൻ മടിയുള്ളവർക്കൊക്കെയും അരിപ്പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്